ഗുഡ് മോർണിംഗ് മേരി മാർഗരറ്റ്. വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വീഡിയോ. ഇഷ്ടമുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ, പക്ഷെ നമ്മൾ ചെയ്യുന്നതാണ് ഗൈസ് ഇന്ന്. ഓ എന്താ എനർജി, കരച്ചിലായിരുന്നു ഇതിനു മുമ്പ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. അടി ആക്ച്വലി നമ്മൾ എന്ത് ചെയ്താലും അയച്ചോട്ടെ ക്യാമറ ആയിട്ട് വരും, അപ്പൊ എനിക്ക് ദേഷ്യം വരും. ഇവ മേരി മാർഗരറ്റിന് ഒരു കാര്യം അറിയാം, ഈ റൂം എടുക്കാനായിട്ട് ഒരു പ്രധാന കാരണമുണ്ട്. നീ പറഞ്ഞില്ലേ നിനക്ക് ബുർജ് ഖലീഫ വ്യൂ ഉള്ള റൂം വേണമെന്ന്, അതാണ് ഈ റൂം. ദേ ബുർജ് ഖലീഫ. ഇത് നിന്റെ തലയുടെ മുകളിൽ തന്നെ ബുർജ് ഖലീഫ വ്യൂ വെച്ചു. എങ്ങനെയുണ്ടാ ചേച്ചിയുടെ പ്രണയം നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ബുർജ് ഖലീഫ വ്യൂ ഒന്നും വേണ്ട. പിന്നെ ഞാനൊരു എന്നൊരു വർഷം ഇങ്ങനെ ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ, അല്ല ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് 3 വർഷം ഇവിടെ ഇങ്ങനെ ഇന്റർനെറ്റ് ഒന്നും ഇല്ലാണ്ട് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ഇങ്ങനെ നിൽക്കാൻ പറ്റാൻ ഒരു ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 3 കോടി രൂപ ഗിഫ്റ്റ് നിങ്ങൾ ചാൻസ് ഏറ്റെടുക്കുമെന്ന്. ഞാൻ ഏറ്റെടുക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞില്ലേ, എനിക്ക് അമേരിക്കയിൽ പോകണോ ദുബായി പോകണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലും പോകണം, പക്ഷെ ദുബായില് ആണ് എനിക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടാവാം. ഇനി എന്താ നമ്മുടെ ആദ്യത്തെ പരിപാടി? ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് അജീഷന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നുണ്ട് ഉച്ചയ്ക്ക്, അതുകൊണ്ട് അപ്പൊ എനിക്ക് ലഞ്ച് ഉണ്ടാക്കണ്ട. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അജീഷൻ ഇങ്ങനെ അക്കായി ബൗള് മതി എന്ന് പറഞ്ഞു. ഇവ ഇതില് വേറൊരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ കണ്ടുപിടിച്ചു. ഇതിന്റെ അകത്ത് ഈ സാധനം തുറന്നു കഴിഞ്ഞാൽ കാണാം, കണ്ട ഇതിന്റെ അകത്ത് കുറെ ഷീറ്റുകൾ ഉണ്ട്. ഈ ഷീറ്റുകൾ ഇവ മുഖത്തൊട്ടിച്ചു വെക്കും, എന്നിട്ട് ഒന്നും സംസാരിക്കാതിരിക്കും കുറെ നേരം. അത് അളകണോണ്ട് സംസാരിക്കാതിരിക്കണ്ട. ഇതിന്റെ പേരെന്താ? ഈ ഷീറ്റിന്റെ പേര് എന്തോ നയസിനമൈഡ് പാഡ്സ്, കോൺസെൻട്രേറ്റഡ് പാഡ്സ്, അങ്ങനത്തെ എന്തോ ഒരു വലിയ വലിയ സാധനങ്ങൾ. ഈ ആസിഡ് ഒക്കെയാണ് ഇവ മുഖത്തൊഴിക്കണത്. എന്നിട്ടൊരു മെച്ചം കാണാനുള്ളല്ലോ എന്ന് പറയണവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയാണ് ഇത്രയെങ്കിലും ഇരിക്കുന്ന വൃത്തിക്ക് ഗായ്സ്. ഇതൊക്കെ ഇവയുടെ സാധന സാമഗ്രി. ഇത് ഈ സംഭവം ഇവിടെ വന്നിട്ട് ഇതാണ് ഇവയുടെ ജീവൻ പോലെ സൂക്ഷിക്കണ ബാഗ്. ഇതിന്റെ അകത്ത് ഇവയുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കണ്ടോ ഇതിന്റെ ഷീറ്റ് എടുക്കുക, ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട്. മോനെ മൂത്ത് വെച്ച് അപ്പൊ അവിടെയുള്ള സ്ഥലത്ത് വെച്ച് കുറച്ച് മങ്ങണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് ഹൈഡ്രേഷനും ആണ് എന്നുള്ളത് കൊണ്ട് കൂടി ഞാൻ ഇത് തേക്കുന്നു ഗൈസ്. നമ്മുടെ വാഷിംഗ് മെഷീൻ രാവിലെ തന്നെ പ്രവർത്തിപ്പിച്ച് തുടങ്ങി. ഇതിന്റെ നമ്മൾ തുണി അലക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇന്നലെ കുറച്ച് ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു നമ്മള്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ച കട്ടിംഗ് ബോർഡ് ഓൾറെഡി നമ്മളത് ഇനോഗ്രേറ്റ് ചെയ്തു. അതിന്റെ പാടുകളാണ് ഇതും ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതത്ര നല്ല ബോർഡാണ് തോന്നുന്നത്. ഇവിടെ കുറെ പാടുകളുണ്ടല്ലോ. ശരിയാണല്ലോ. ഇവ മേരി മാർഗരറ്റ് ഇവിടെ ചിയ സീഡ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഉറക്കത്തിന് ഒരു കുറവില്ല, നന്നായി ഉറങ്ങുന്നുണ്ട്. എന്റെ അമ്മ ടൈം സോൺ മാറിയെന്ന് പറഞ്ഞു എഴുന്നേക്കും. ഇങ്ങനെ ടൈം സോൺ മാറിയണ്ടല്ല, സമാധാനം റിലാക്സ് ആയി ഒന്നും ആലോചിക്കേണ്ട കിടന്നുറങ്ങാലോ എന്നുള്ള ഒരു ഇതുകൊണ്ട്. അതെ, ഇതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ നമുക്ക്. സ്റ്റൗ ആണെന്നുണ്ടെങ്കിലും ഈ ഓവൻ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഓവൻ യൂസ് ചെയ്യാൻ കുറവല്ലേ നമ്മള്. കുറവൊന്നുമല്ല, ആവശ്യം നമുക്കില്ല ഓവന്റെ. ഇതുവരെ പാറ്റകളൊന്നും വന്നിട്ടില്ല. സ്റ്റിൽ നോ പാറ്റാസ് അറ്റ് ഓൾ അല്ലേ? അക്കായി പോകണം. നമ്മുടെ ഇവിടെ ഉള്ള ഫ്രൂട്ട്സ് എല്ലാം വെട്ടിക്കൂട്ടി അതേച്ചേട്ടന് കൊടുക്കും തൈരിലിട്ട്, അത്രേ ഉള്ളൂ. ഓ ഫ്രിഡ്ജ് കണ്ടോ? ഫ്രിഡ്ജൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും. ഇത് നമ്മുടെ ചിക്കൻ ഉസാഗു, അത് രാത്രി കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ വേറെ ബൗളൊന്നുമില്ല ഗൈസ്, വെറുതെ പാത്രത്തിൽ അടയ്ക്കാണ്ട് വെക്കാൻ എനിക്കൊരു മടി. അതുകൊണ്ട് ആ പാനപ്പാടി ഞാൻ ചൂടാറിയപ്പോ അങ്ങ് കയറ്റി. അടച്ചേ തുറന്നിട്ട് പറയാം, അടച്ചിട്ട് പറയാം. ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടാവുള്ളൂ. എന്താന്ന് പറഞ്ഞേ? വേണമെങ്കിൽ നീ പറയും. ഈ സാധനം മൂത്തിരിക്കുമ്പോ എല്ലാവർക്കും ചിലപ്പോ ഡിസ്റ്റർബൻസ് ആയാലോ. നീ സൂപ്പർ. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ബൗളില്ല എന്നുള്ളത് കൊണ്ട് കൂടി തന്നെ നമ്മൾ ഈ കപ്പിൽ തന്നെയാണ് ഉണ്ടാക്കണേ ഈ ഒരു സാധനം. ഈ അക്കായി ബൗൾ എന്ന് പറഞ്ഞാൽ ഈ തൈരിൽ ഇട്ടിട്ട് ഓട്സും ചിയാസീഡും പിന്നെ കുറച്ച് ഉള്ള ഫ്രൂട്ട്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഇവിടത്തെ. പിന്നെ തേനും കൂടെ ആണ്, തേനൊന്നും ഇല്ലെന്ന് ഉള്ളത് വെച്ച് നമ്മൾ സെറ്റ് ആക്കുന്നു. നമ്മൾ ആക്ച്വലി ദോശയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ച, പക്ഷെ ദോശയുടെ പാൻ ഇഡ്ഡലി തട്ട് അതൊന്നും ഇല്ല. പിന്നെ അത് വെറുതെ ഇത് ഹെൽത്തിയർ സൈഡും ആണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ട്, പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എറിഞ്ഞു കളഞ്ഞിട്ട് പോയ ഒരു അതെന്റെ മനസ്സിൽ ഇങ്ങനെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. എറിഞ്ഞു കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എറിഞ്ഞു കളഞ്ഞാൽ അത് എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ ഈ ഡംപിന്റെ അവിടെ കൊണ്ടുവന്ന് വെക്കും. ആരെങ്കിലും ആവശ്യമുള്ളവർ എടുത്തോണ്ട് പോയിട്ടുണ്ടോ. എനിക്ക് ഭയങ്കര നമ്മുടേതായ സാധനങ്ങൾ അങ്ങനെ കളയുമ്പോ നമുക്കൊരു വിഷമല്ലേ.
എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അതങ്ങനെ കളയാൻ. അപ്പൊ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ട് അത് വീണ്ടും ഇങ്ങനെ കളയേണ്ടി എന്തായാലും വരും. നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, അത്ര വെയിറ്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തോണ്ട് ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറയണ പോലെ ഇപ്പൊ ഉള്ളത് വെച്ച് നമുക്ക് അക്കായ് ബോൾ ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി നമ്മുടെ ഉള്ളതെന്ന് വെച്ചാൽ പഴമുണ്ട്, മുന്തിരി ഉണ്ട്, പേരക്കുണ്ട്, ആപ്പിൾ ഉണ്ട്, തൈര് ഉണ്ട്, ചിയ സീഡ്സ് ഉണ്ട്, പിന്നെ ഇതെന്ത് പറയാലേ ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് അതെന്താന്നറിയോ ഈ കത്തിയൊരു മെനക്കെട്ട കത്തിയടാ, ഏതാണ്ട് ഭ്രാന്ത് പിടിച്ച പോലെ അത് വീടാ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ് നിന്ന് ഹോട്ടലിൽ നിന്ന് പൊക്കിയതാട്ടോ. കുഞ്ഞി മിൽക്ക്, കുഞ്ഞി ചായപ്പൊടി, ചെറിയ കാപ്പിപ്പൊടി, ഇതൊക്കെ വില കൊടുത്ത് വാങ്ങിയതാട്ടോ. വില കൊടുത്ത് വാങ്ങിയതോ? എല്ലാരും ശരിക്കും ഇവിടെ എന്ത് കള്ളിയാ, ഇതൊക്കെയാണോ രാവിലെ കൊടുക്കണേ? അച്ഛൻ്റെ ഒന്നാമത്തെ ഇഷ്ടമാണ്, പിന്നെ നമ്മുടെ സാഹചര്യം ഇതായതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ പറയും, ഓർഡർ ഇടും, എനിക്കിത് വേണം കഴിക്കാൻ, അപ്പൊ അവരും ഉണ്ടാക്കി തരും. ഈ മറ്റേ ഞാൻ നമ്മള് നെസ്റ്റോല അല്ലെങ്കിൽ എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകുമ്പോ ഒരു സോസ് എടുക്കണമെങ്കിൽ ബാക്കിൽ നിന്നല്ല ഞാൻ എടുക്കാം, ഫ്രണ്ടിൽ നിന്ന് എടുക്കില്ല. അതൊക്കെ ഓസിയുടെ ഒരു ലക്ഷണമാണെന്ന് പറയപ്പെടുന്നു. നമ്മള് സാധാരണ വാങ്ങാറുള്ള ഓട്സ് ആട്ടോ അത്, ക്യുക്കർ ഓട്സ്. ഈ ഇദ്ദേഹമാണ് ഇതിന്റെ സ്ഥാപകൻ എന്ന് തോന്നുന്നു. എല്ലാത്തിനും ഇയാളുടെ തലയെ കാണാറ്. ഇത് ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. വെറുതെ ഓട്സ് കഴിക്കുമ്പോൾ രസം ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര സ്വാദാ. വേണമെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ഇതിന് ഇനി മിക്സ് ആക്കും തൈരായിട്ട്. അപ്പൊ നമ്മള് തൈരും ഓട്സും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് വിട്ടുപോയില്ലേ, അതാ ഞാൻ മിണ്ടാത്ത. ഇത് നമ്മൾ ഇങ്ങനെ സെറ്റാക്കി തൈരും ഓട്സും കൂടെ ജസ്റ്റ് മിക്സ് ആക്കി ഇതിന്റെ കൂടെ ജസ്റ്റ് ഹണിയും കൂടി ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് ഞാൻ വാങ്ങാൻ മറന്നുപോയി ആക്ച്വലി. ചിയ സീഡ് ഇട്ട് കൊടുക്കാം. ഇത് ബൗളിലായിരുന്നു വേണ്ട, പുല്ല് സ്ഥലമില്ല ആക്ച്വലി. എല്ലാ ഫ്രൂട്ട്സും ഇനി ഇടണമെന്നില്ലാട്ടാ. പിന്നെ ഇത് മാത്രമോ? അല്ല, കുറച്ച് മുന്തിരി കൂടി ഇട്ടാ മതി. അയ്യോടാ, ഇതിപ്പോ നിറഞ്ഞ് കവിയുവേ. ആപ്പിളൊക്കെ വേണം. ആപ്പിള് കടിക്കുമ്പോഴായിച്ചാ ഒരു ക്രഞ്ച് കിട്ടാറില്ലേ? നമ്മുടെ നാടൻ കത്തിയ സൂപ്പർ. ഇത് പക്ഷെ ചെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഈ സാധനം ഉണ്ടാവും. അപ്പൊ നമ്മുടെ അക്കായ് ബൗള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സംഭവമൊന്നുമല്ല, പക്ഷെ വയറ് ഫില്ല് ചെയ്യുന്ന ഒരു അടിപൊളി ഐറ്റം കേട്ടോ. രാവിലെ കഴിക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. ഇതിന്റെ കൂടെ കഴിക്കുമ്പോ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓട്സിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നില്ല. തൈരും ഓട്സും ഫ്രൂട്ട്സും ഒക്കെ കൂടി ഒരുമിച്ച് വരണുണ്ട്. വീട്ടിൽ നിങ്ങൾ പിള്ളേരൊക്കെ പറ്റിക്കാൻ ഐസ്ക്രീം എന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊടുത്തോ, ചിലപ്പോൾ വിശ്വസിക്കായിരിക്കും. ഗൈസ്, അപ്പൊ എന്റെ അക്കായ് ബൗൾ ഞാൻ സെറ്റാക്കിട്ടുണ്ട്. എന്റെ ഞാൻ പേരക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ജനറല വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആപ്പിൾ ഇട്ടില്ല, ഞാൻ ഒരു ക്രഞ്ച് ഇട്ടില്ല. കൊള്ളാം, ശരിക്കും നല്ല രസമുണ്ട്. ശരിക്കും ഒരു ഫ്രൂട്ട് സലാഡിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ എന്തൊക്കെയോ വേണമെങ്കിൽ കഴിക്കാമെന്ന് മാത്രം. ഐ മീൻ ഫ്രൂട്ട് സലാഡായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചിന്തിച്ച് കഴിക്കാന്ന്. ഇനി അടുത്ത പരിപാടി എന്താ? അടുത്തന്നെ റെഡി ആവണം, അച്ഛൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോണം, തുണി ആക്കിയത് വിരിക്കണം. നല്ല സുഖമായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും അയച്ചേട്ടൻ ക്യാമറ ആയിട്ട് വരണേ. അത് പറ എന്താണ് അടുത്ത പരിപാടി, എങ്ങനെ. അപ്പം ഭയങ്കര അൺകംഫർട്ടബിൾ പരിപാടിയാണ് ഈ ഡേ ഇൻ മൈ ലൈഫ് പരിപാടി. അത് ഞാൻ അയച്ചോട് ചോദിക്കാം, ഇന്നും കൂടി അല്ലേ ഡേ ഇൻ മൈ ലൈഫ് ഉള്ളൂ എന്ന്. അതാണ് ഇന്നും കൂടി ഉള്ളു ഗൈസ്. അങ്ങനെ നമ്മുടെ വാഷിംഗ് മെഷീൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. വാഷിംഗ് മെഷീൻ അല്ലടി, വാഷിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മള് എടുക്കാൻ വേണ്ടി പോകും. ഭയങ്കര ബുദ്ധിമുട്ട്. എന്താണ് അങ്ങനെ ഷൂട്ട് ചെയ്യണതിന്റെ ഇടയിൽ അതങ്ങനെ കട്ടായി പോണേ അറിയാൻ വേണ്ടി ചോദിക്കും. അല്ല, നമ്മള് നല്ല മൂഡില് കാര്യം പറയും. അപ്പൊ ഒരു മിനിറ്റ് ഒന്നും കൂടി പറയാൻ പറയും. അപ്പൊ ഒട്ടും കിട്ടില്ല. അതങ്ങനെ തന്നെ. വൈ ഡോണ്ട് യു അത് കെയർ ചെയ്യാത്തെന്താ? ബിക്കോസ് ഐ കെയർ യു മോർ ദാൻ ക്യാമറ. ഞാൻ നീ വർത്താനം പറയുമ്പോ ഞാൻ നിന്നെ നോക്കാം, ക്യാമറയിൽ റെക്കോർഡ് ആവുമ്പോ നോക്കാം. അത്ര ഈ തുണിയൊക്കെ അലക്കാനിട്ടത് ഞാനാണെങ്കിൽ വിരിച്ചിടുന്ന അത്രേ ഉള്ളൂ വ്യത്യാസം. നമ്മള് ചോദിച്ചിട്ട് അവര് നമുക്കൊരു സ്റ്റാൻഡ് തന്നായിരുന്നു കേട്ടോ. ഇതും ഇവിടെ കിട്ടും നമ്മള്, പക്ഷെ ചോദിക്കണമെന്നേ ഉള്ളൂ തുണി വിരിച്ചിടാൻ വേണ്ടി. അപ്പൊ ഇതിലായിരിക്കും നമ്മൾ വിരിച്ചിടുന്നത്. ആക്ച്വലി ഇത് ഇവിടെ വേണമെങ്കിൽ വിരിച്ചിടാം, അതല്ലാന്നുണ്ടെങ്കിലേ നമുക്ക് പുറത്തേക്കും വേണമെങ്കിൽ വിരിച്ചിടാനായിട്ട് സാധിക്കും. പക്ഷെ പുറത്ത് കുറെ പൊടിയും സംഭവങ്ങളും പൊടിക്കാറ്റും പരിപാടികളൊക്കെ, അത് കാരണം നമ്മൾ പുറത്തേക്ക് വിരിച്ചിടണില്ല. പകരം നമ്മൾ ഇവിടെ വിരിച്ചിട്ടതിന് ശേഷം ഈ കർട്ടൻ അങ്ങോട്ട് തുറന്നിടും. അപ്പൊ അത്യാവശ്യം ഇതിലിത് ഇവിടെ കിടന്ന് ഉണങ്ങിക്കോളും. നമുക്ക് വലിയ അത്യാവശ്യം ഇല്ല, പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടണം അല്ലേ. മേരിമാർക്ക് ഫുൾ സെറ്റ് ആയിട്ടാ വന്നിരിക്കുന്നത് വിരിച്ചിടാൻ വേണ്ടിട്ട്. ഇത് ആക്ച്വലി നമ്മൾ വാങ്ങിക്കാനിരുന്നതാ, വെറുതെ ഒന്ന് ചോദിച്ചതാ. അപ്പൊ സാധനം ഇവിടെ ഉണ്ട്. അതെ, അപ്പൊ
ഇവിടെ വേറെയും കുറെ സംഭവങ്ങൾ ഇപ്പൊ ഞാൻ ജിമ്മിൽ പോയി തുടങ്ങി. ഇവിടെ എല്ലാം ജിം ഭയങ്കര സൂപ്പറാണ്, അടിപൊളി ജിമ്മാണ്. ഇവയ്ക്ക് പക്ഷെ ജിമ്മിൽ പോണത് ഇഷ്ടമല്ല. ജിമ്മിനേക്കാളും ഇഷ്ടം ഇന്ന് നമ്മൾ പോകും ഡേ ഇൻ മൈ ലൈഫിന്റെ ഭാഗം. അജയ് ചേട്ടൻ പോവും, ഞാൻ പുറത്തു പോവും. ഗൈസ്, ഞാനൊന്ന് നമ്മുടെ റിസപ്ഷൻ വരെ പോവാ. നമ്മളിത് 7 ദിവസത്തേക്കായിരുന്നു ഈ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിരുന്നത്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളിത് സെയിം റേറ്റിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റുഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും റേറ്റ് വരാന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ റിസപ്ഷനിലേക്ക് പോവാണ്. എന്താ ഒരു പറയാന്നറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം എത്ര രൂപ ഡിഫറൻസ് വരുന്നത്. ഞാൻ ഓൺലൈനിലും റേറ്റ് നോക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരെത്ര റേറ്റ് പറയണമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. ഞാൻ വേറെ സ്ഥലത്ത് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ യുവ പറയുന്നത് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നോക്കട്ടെ കേട്ടോ ഗൈസ്. Can I show you the video? No worries. No worries. Hi, how are you? Hi, I'm good. I forgot your name. Frixie. Frixie. Yeah. Frixie ആട്ടോ നമുക്ക് വേണ്ടി എല്ലാം റെഡിയാക്കി തന്നു. Thank you so much. I'm telling my viewers that you were the person who helped us here. Oh, not only me. My manager also helped. Right. Thank you so much. The stay and everything is very comfortable. Yeah. I just want to check with you if I want to extend for maybe. Okay. You book from the booking.com, right? Yes. Yeah. There's two choices. Oh, you okay. can book from us directly. You can also book from the booking.com since you are leaving on the 19th, right? Correct. Your room number. ഗൈസ്, അപ്പോൾ നമ്മൾ റിസപ്ഷനിൽ പോയി ചോദിച്ചു ഹോട്ടൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു അവർ ട്രൈ ചെയ്യാം. അവർ നമുക്ക് ഹായ് സൂരജ് ഭയ്യ, कैसे हो? गुड मॉर्निंग। आप आज बहुत हैंडसम लुक थैंक है आज का। थैंक यू वेरी मच। सभी ठीक है? सब अच्छा है। हमने रिसेप्शन में जाके पूछा अगर हमको एक्सटेंड कर सकता है। जो आपने बोला ना वो करेक्ट है। 2-3 दिन ये हम रुकने के बाद फिर थोड़ा और ये हमसे स्टे करने का आता है। थैंक यू। हमारा वीडियो आज आएगा यूट्यूब पे। मैं उसको लिंक भेजा है एक्चुअली 10:30 को। मैं आपको भी लिंक दे दूंगा, थोड़ा चेक करना। आप भी है वीडियो में? मुश्किल नहीं। ओके, टेक केयर। थैंक यू मैम। ഓക്കെ. സോ അത് നമ്മുടെ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനാണ് സൂരജ് ഭയ്യ. അപ്പോൾ നമുക്ക് ആക്ച്വലി അവരെന്നോട് പറഞ്ഞത് ഹോട്ടലിൽ നിന്ന് ഡയറക്റ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. യെസ്, കൂടുതലായിരിക്കും. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ നിങ്ങൾ booking.com വഴി ബുക്ക് ചെയ്യുക. ഫ്രീ അപ്ഗ്രേഡ് ഒരു മാനേജറോട് ചോദിച്ചിട്ട് പറ്റുമെങ്കിൽ തരാം. സെയിം റൂം തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അവരെനിക്ക് വാട്സപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അവരുടെ വാട്സപ്പ് കിട്ടിയതിന് ശേഷം ഞാനത് വീണ്ടും ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ സെയിം റൂം കിട്ടുകയാണെങ്കിൽ. ബിക്കോസ് നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയി ഗൈസ് ഈ ഹോട്ടലായിട്ടും റൂമായിട്ടും ഇവിടുത്തെ അമ്യൂണിറ്റീസ് ആയിട്ടും ഒക്കെ. ലെറ്റ്സ് സീ. എന്താ പറഞ്ഞേ? എന്ത് പോയിട്ട് ആര്? അയാൾ booking.com വഴി തന്നെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. വേറെ ഓപ്ഷൻ ഇല്ല. ആണോ? ഇവിടുന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അത് ആള് മാനേജറോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഈ റൂം തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഈ റൂം തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. ഇനിയിപ്പോ നമുക്ക് ഈ റൂം തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞ ഒരു സത്യം പറഞ്ഞ ഒരു ഓർഡർ വിളിക്കണം കൂടെ താൻ. ഇത് ഇവരുടെ സൈറ്റ് വഴി ബുക്ക് ചെയ്യുമ്പോൾ ഏകദേശം 22 ദിവസത്തേക്ക് 5000 ദിറംസിന്റെ അടുത്ത് വരുന്നത്. അത്ര കൂടുതലാണ്. പക്ഷേ booking.com വഴി അവർ പറഞ്ഞു കൂടുതലായിരിക്കുന്നു. booking.comൽ കുറെ ഡിസ്കൗണ്ട് കിട്ടുന്ന പറഞ്ഞു. booking.com വഴി ഞാൻ നോക്കി. booking.com അല്ല, നമ്മൾ അഗോഡ വഴി അങ്ങോട്ടാ നോക്കിയെന്ന് തോന്നുന്നു. അഗോഡയോ എയർബിഎൻബിയോ അതുവഴി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ 3000 ദിറംസിന്റെ അടുത്ത്. പിന്നെയും കുറവിനാണ് കാണിക്കുന്നത്. അപ്പൊ ആക്ച്വലി നമുക്ക് 4000 ദിറംസിന് താഴെ വരുള്ളൂ ഒരു മാസത്തെ റെന്റ് എന്ന് പറയുന്നത് അതുവഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ. എന്തായാലും നമുക്ക് നോക്കാം ഇവരെന്താ പറയണേന്ന്. ഓക്കെ, ആളുടെ മെസ്സേജ് വന്നിട്ട് ബാക്കി ചെയ്യാം. ഞാൻ ലിങ്ക് അയച്ചു തരാന്ന് പറഞ്ഞു. വീഡിയോ വരുന്നു പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ. ഗൈസ്, നമ്മൾ പാത്തുവിനെ വിളിക്കാൻ പോവാ. പാത്തു നാളെ ഫ്രീ ആണോ എന്ന് അറിയാനായിട്ട്. അങ്ങനെയാണെങ്കിൽ പാത്തുവിനെയും ഇസേനെയും വിന്നീനെയും കൂട്ടിയിട്ട് നമുക്ക്. യമുന വരില്ലടാ. യമുന കുഞ്ഞൊക്കെ തിരക്കായി. അയ്യോ, പാത്തുവിന്റെ ഈ നമ്പർ വർക്ക് ചെയ്യില്ല ഇപ്പൊ. അപ്പൊ നമ്മള് പാത്തുവിന്റെ അടുത്തൊക്കെ നാളെ ഫ്രീ ആണോന്ന് ചോദിക്കും. അപ്പൊ സമീലിക്ക പോയതിനു ശേഷം പാത്തുവിനെയും ഇസേനെയും പൊക്കി വിന്നീനെയും പൊക്കി നമ്മള് ഇവയും കൂടി കൂട്ടി നമ്മൾ എവിടേക്കാടി പോവാ? ഏതെങ്കിലും മാളില് എവിടെങ്കിലും തെണ്ടിത്തിരിയാൻ പോണെന്ന് വിചാരിക്കണം. 054. അസ്സലാമു അലൈക്കും. പാത്തു, ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാലേ അറിയില്ല, വെറുതെ ചോദിക്കണമെന്നുള്ളൂ കേട്ടോ. നാളെ ഞാനും ഇവൻ ജസ്റ്റ് പുറത്തേക്ക് കറങ്ങാൻ പോകണ്ടായിരുന്നേ, വെറുതെ എവിടെങ്കിലും. അപ്പൊ ഞങ്ങള് വന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാത്തും മിസ്സിയും വരുമോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം.
അങ്ങനെയാ. ആ അപ്പൊ എപ്പോഴായിരിക്കും ഫ്രീ ആവുക പാത്തു? ഏത് സമയത്തായിരിക്കും ഏകദേശം ഞങ്ങൾ വരണ്ടേ? രാവിലെ 7 മണി ആ അപ്പൊ ഞങ്ങള് രാവിലെ ഒരു 9:30-10 മണിയാകുമ്പോഴേക്ക് എത്തിക്കോട്ടെ. 10 മണിയാകുമ്പത്തേക്ക് വന്നു. ഓക്കെ. വിന്നി ഉണ്ടോന്ന് ചോദിച്ചു നോക്കണ്ട്. വിന്നി ഉണ്ടെങ്കിൽ വിന്നീനെയും വിളിക്കാന്ന് വിചാരിക്കണു. ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്യാവേ. ഓക്കെ. സമീലിക്കയുടെ അടുത്ത് പെർമിഷൻ ചോദിക്കണോ വിളിച്ചിട്ട്? ഓക്കെ ഓക്കെ. അപ്പൊ സന്തോഷായിട്ടിരിക്കുക. അപ്പൊ നാളെ കാണാട്ടോ പാത്തു. ദൈവം അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ. ഗൈസ് അപ്പൊ പാത്തു സെറ്റ് ആയിരിക്കാണ്. ഇനി വിന്നിത്തേനെ വിളിക്കണം. വിന്നിനെ കിട്ടൂല. വിന്നിനെ വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിന്നിനെ വിളിക്കണമെങ്കിൽ പഞ്ചായത്തിൽ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത്. എന്താന്ന് വിന്നിനെ വിളിക്കുന്ന പഞ്ചായത്തിൽ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് നമ്മുടെ ഡൽഹിന്ന് ഉത്തരവൊക്കെ വന്ന് സ്വന്തം മറ്റേ എന്താണ് അവള് പെരിഞ്ഞനത്തിനെല്ലാം അപ്ലൈ ചെയ്തിട്ടൊക്കെ വേണം. അങ്ങനെയൊന്നല്ല കേട്ടോ. അവളിങ്ങനെ കാര്യം ചെയ്യാം. നമ്മളിങ്ങനെ നടക്കാം. പാത്തുവിനെയും പിക്ക് ചെയ്തിട്ട് വിന്നി വരാണെങ്കിൽ വിന്നീനും എടുത്തിട്ട് യമുനയുടെ അടുത്തേക്ക് ഒന്ന് പോവാ. ആദ്യം യമുനേനെ ജസ്റ്റ് ഒന്ന് കാണാലോ. യമുന കാരണം പലഹാരങ്ങളൊക്കെ പൊട്ടിക്കണേ ഉണ്ടാവുള്ളൂ. അപ്പൊ യമുനേനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം പലഹാരൊക്കെ കുത്തിക്കയറ്റി പോരാന്ന്. അവര് നാട്ടിന്ന് വന്നത് നമ്മള് നാട്ടിക്ക് പോണം. മനസ്സിലായി. യമുനയുടെ അമ്മ പറഞ്ഞല്ലോ അജയ്ക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിൽ കയറി വരും, ഒരല അജയ്ക്ക് മാറ്റി വെക്കുന്നു പറഞ്ഞു യമുനയുടെ അമ്മ. അത്ര ഇഷ്ടം അമ്മയ്ക്ക് തന്നെ. അറിയോ നിങ്ങക്ക്? ശരി മോനെ. അതെ മോനേന്ന് തന്നെ വിളിച്ചത്. നിന്നെ മോളേന്ന് വിളിച്ചില്ലല്ലോ. നിന്നെ ഇവാന്നും എന്നെ മോനേന്നുമാണ് യമുനയുടെ അമ്മ വിളിച്ചത്. അതിന്റെ അർത്ഥം അമ്മയുടെ മനസ്സിൽ ഞാനൊരു മോനായിട്ട് പതിഞ്ഞു, നീ ഏതോ അയൽ വീട്ടിലത്തെ അയൽക്കൂട്ടം സ്ത്രീയായിട്ട്. അയൽക്കൂട്ടായി പോയി. അപ്പൊ ഞാൻ നാളത്തെ ഇപ്പൊ ഞാൻ കുറച്ച് എനർജി ആയില്ലേ? എന്താ നാളെ പോണുണ്ട് ഫ്രണ്ട്സ്. ദുബായ് എന്ന് പറഞ്ഞാൽ എനിക്ക് അവരാണ് ഗൈസ്. അതെനിക്ക് അറിയില്ല അവർക്ക് അത് എത്രത്തോളം മനസ്സിലാവണ്ടെന്ന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ചിക്കുനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് റിജോ ചേട്ടൻ. അയ്യോ ചിക്കു റിജു ഉണ്ടെങ്കിൽ വേറെ ലെവലായിരുന്നു. ഇവിടെ വന്നിരുന്നതിനകത്ത് അതായത് വേറെ വൈബാണ് രണ്ടുപേരും. ഭയങ്കര രസമാണ്. നിങ്ങക്ക് അറിയാലോ അല്ലെ. ആക്ച്വലി വി മിസ് യു ഗൈസ്. നമ്മൾ കോഫി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിലാ കോഫി ഉണ്ടാക്കാൻ പാടില്ല. എടാ ഞാൻ പറയട്ടെ നമുക്കൊരു ഇത് വാങ്ങിക്കാം. പക്ഷെ എനിക്ക് അത് വാങ്ങിക്കണ വരെ വെയിറ്റ് ചെയ്യാൻ വയ്യ. എനിക്ക് കോഫി വേണം. ഇതിലൊക്കെ ആദ്യമായിട്ടായിരിക്കും ഒരാള് കോഫി ഉണ്ടാക്കണം. വട്ടകയില് കാപ്പി ഉണ്ടാക്കാന്ന് പറയും. ഇന്ന് തന്നെ വാങ്ങിക്കാട്ടോ സ്ഥലം. ഇന്ന് പുറത്തു പോകുമ്പോ എന്താ പറയാ കോഫി അങ്ങനെയൊന്നുമില്ല. ഒരു ചെറിയൊരെണ്ണം മതിയില്ലേ? ഒരു കോഫി അല്ലേ വേണ്ടത്? നീ മാത്രല്ലേ കുടിക്കുള്ളൂ. ചെറുതൊരെണ്ണം വാങ്ങിക്കാം. എന്താ അവസ്ഥ മനുഷ്യന്റെ. കോഫി പ്രാന്താണ് ഇവയ്ക്ക്. കോഫി പ്രാന്തല്ല. രാവിലെ ഒരു കോഫി കുടിക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ. ഞാൻ ഇന്നലെ 2 റീൽ അയച്ചു തന്നിരുന്നല്ലോ. കോഫി കുടിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരാന്ന് പറഞ്ഞിട്ട്. പോടാ സത്യം. കാപ്പിപ്പൊടി വാങ്ങണല്ലേ? ഇത് കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? പഞ്ചസാര ഇല്ലാണ്ടാണ് ഇപ്പൊ കുടിക്കണേ. പാല് തിളപ്പിക്കണ ഒരു ഐഡിയ എന്നല്ല വൃത്തികേട്. ഇവിടെ കാപ്പി ഒരുത്തൻ മറ്റേ കട്ടിംഗ് ബോർഡായിട്ട് വരാന്ന് പറഞ്ഞിട്ട് എവിടെ പോയ വഴി എനിക്കറിയായിരുന്നു. കൊണ്ടിരില്ല. ഇന്ന് നാളെ വരും. വായില് കുറച്ച് ബദാമായിട്ട്. ഗൈസ് അപ്പൊ പോവാൻ വേണ്ടി നമ്മൾ ഓൾറെഡി റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ഓൾറെഡി റെഡിയായി. എന്റെ ഫ്രണ്ടിനെ കാണണം. എന്റെ കൊളീഗാണ്. അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുകയാണ്. അപ്പൊ ഇവേനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒരു ലഞ്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ വിഷ്വൽസ് ഞാൻ ചിലപ്പോൾ ഇടുള്ളൂ. കാരണം പുള്ളി ഇന്ത്യനോ മലയാളിയോ ഒന്നും അല്ല. അപ്പൊ അത് കാരണം ഒരു ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അവരെ വീഡിയോയിലൊക്കെ കാണിക്കുന്നത്. എത്രമാത്രം കംഫർട്ടബിൾ ആണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും അവിടേക്ക് പോവാണ്. അപ്പോൾ അതിന്റെ ഇടയിൽ കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മേരി മാർഗരറ്റ് പാട്ട് മ്യൂട്ട് ചെയ്യടാ. മേരി മാർഗരറ്റ് ഇവിടെ റെഡി ആയി വന്നിട്ട്. എടാ നിന്നെ തള്ളേന്ന് വിളിക്കല്ലേ എന്ന് കുറെ കമന്റ് വന്നു. നിന്റെ കുറെ ആരാധകരല്ലേ. സായിച്ചേട്ടൻ എപ്പോഴും എന്നെ ചൊറിയാൻ വേണ്ടി തള്ളേന്ന് വിളിക്കാം. പക്ഷെ ഞാൻ ഇപ്പൊ എൻജോയ് ചെയ്യുന്നുണ്ട് തള്ളേന്ന് വിളിക്കുന്നത്. തള്ളയായല്ലോ ഇപ്പൊ എല്ലാവരും അയ്യോ ഇവ ചേച്ചി സെന്റി അടുപ്പിക്കല്ലേ എന്നൊക്കെ. ഒന്നുമില്ല. നീ എന്താ പറഞ്ഞ? നീ എന്തിട്ടൊക്കെ പറയുന്നത്? നീ എന്താ പറഞ്ഞേ? ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ പാത്ത് വിളിച്ചതിന് ശേഷം? ചെറുതായിട്ട് ഇത്ര ഇഷ്ടമാണോ നിനക്ക് അവരെയൊക്കെ? നിനക്ക് എന്തോ ഡ്രസ്സും എടുക്കണ്ടേ? അത് നാളെയാണ്. ഇന്ന് വേണ്ട. നാളെ നാളെ നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് കറങ്ങാൻ പോകുകയല്ലേ. കിട്ടാണെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ നാളത്തെ വാങ്ങിക്കാം. പിന്നെ പൊന്നുവിന്റെ പൊന്നു എല്ലാവർക്കും പൊന്നുവിനെ അല്ലേ അറിയുള്ളൂ. യാരുവാവേനെ ആർക്കും അറിയില്ലല്ലോ. ഞാനും ഫസ്റ്റ് ടൈം വാങ്ങി 2 ദിവസം മുമ്പ് കണ്ടേ. ഭയങ്കര ക്യൂട്ട്. ക്യൂട്ട്. പൊന്നു പോലെ തന്നെ. പൊന്നു പോലെയാണോ? അതായത് പൊന്നു പോലെ തന്നെ ക്യൂട്ടാണ്. പൊന്നു പോലെ തന്നെ ക്യൂട്ട്. പക്ഷെ പൊന്നിനെ പോലെ എല്ലാം കാണാൻ കുറച്ച് ഡിഫറെന്റ് ആണ്. പക്ഷെ രണ്ടുപേരും
അപ്പൊ യാരുവാവയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ യാരുവാവയ്ക്ക് ഗിഫ്റ്റും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോണം. നമുക്കിപ്പോ എല്ലാം ഓരോ ദിവസവും പതുക്കെ മറ്റേത് വീക്കെൻഡ് ആവാൻ വെയിറ്റ്, വെള്ളിയാഴ്ച ആവാൻ വെയിറ്റ് ചെയ്യണം, ശനിയാഴ്ച പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്യാൻ വേണ്ടിട്ട്. ഇതിപ്പോ 24/7 ഫ്രീ ആയിട്ട് ഇരിക്കുന്നോണ്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും ഓരോ കാര്യങ്ങളും ഓരോ ദിവസം ചെയ്യാനായിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇപ്പൊ ഞാൻ ഒരു കൺസേർട്ടിന്റെ ഒരു വീഡിയോ കണ്ടു, അതിന്റെ ഇമ്പാക്ട് ആണ്. ആ വണ്ടി വെയിലത്തോട് മുടുക്കത്തെ ചൂടായിരിക്കും. നീ അയ്യോ ചിപ്സ് ഒന്നും എടുക്കില്ല. പിന്നെ ചില സമയത്ത് ലിപ്സ്റ്റിക് ഫ്ലോപ്പ് ആവാറുണ്ട്, മിക്സ് ചെയ്തും കൂടി ഇടുമ്പോ വൻ ഫ്ലോപ്പ് ആവാറുണ്ട്. ബൈ, ടേക്ക് കെയർ. गुड मॉर्निंग सर, गुड मॉर्निंग. अपलोड कर दिया हमने. പുള്ളി വീഡിയോ ഉണ്ട് കണ്ടല്ലേ? ഓൾ സെറ്റ് ടു ഗോ. യാ, ഓൾ സെറ്റ് ടു ഗോ. ഏതാ ഷോപ്പിന്റെ പേരെന്തായിരുന്നു? അത് മൊബൈലിലാ. അല്ല, നമുക്ക് എന്തായാലും ഒരു ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അപ്പൊ ക്യാരി ഫോർ എന്തെങ്കിലും ഉണ്ടാവും ഇവിടെ. ഇവിടെ നമ്മൾ വന്നിട്ടില്ല തോന്നണല്ലേ, എനിക്ക് ഓർമ്മയില്ല. ഇവിടെ മോളിൽ വന്നിട്ടില്ല, പക്ഷെ ഇതിന്റെ അടുത്തുള്ള ഐക്യയില് വന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. അപ്പൊ നമ്മുടെ ഫ്രണ്ടിനെ കണ്ടു, അതിനുശേഷം എന്റെ കൊളീഗ് ആട്ടോ. കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോ ആ കൊളീഗിനെ കണ്ടു വന്ന സന്തോഷം എന്നെക്കാൾ കൂടുതൽ മേരി മാർഗരറ്റിനാണ്. പോയപ്പോ അത്ര എക്സൈറ്റ്മെന്റ്സ് ഉള്ള ആളായിരുന്നെങ്കിലും വന്നപ്പോ ഞാൻ ഭയങ്കര സ്വീറ്റ് പേഴ്സൺ കേട്ടോ. ഞാൻ അത്രയും വിചാരിച്ചില്ല. അത് മാത്രല്ല, അവരെനിക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ടൊരു ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബ്രേസ്ലെറ്റ് ആട്ടോ. എനിക്ക് സ്പെല്ലിംഗ് എന്താ സ്പെല്ലിംഗ് അല്ലാതെ പറയാ, പ്രൊണൗൺസിയേഷൻ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. സ്റ്റിൽ സ്വറോസ്കി. നമ്മള് കൊണ്ടുപോയത് ചക്ക വറുത്തതും കായ വറുത്തതും മുട്ടായി ആയിരുന്നു ഗേസ്. അവര് തന്നത് വലിയൊരു ബ്രേസ്ലെറ്റും ആണ്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം. കാണിച്ചു കൊടുക്കേ. ഓക്കെ, അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് മേരി മാർഗരറ്റ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു സമ്മാനത്തോടുകൂടി കുറച്ചുകൂടി കളർഫുൾ ആയി. ഞാൻ പറഞ്ഞില്ലേ, ദുബായ് നമുക്ക് എപ്പോഴും തരുന്നത് സർപ്രൈസ്. ആദ്യത്തെ ദിവസം തൊട്ടേ ഇവ പറഞ്ഞിരുന്നു അത്. അതുപോലെ നമുക്ക് ഫുൾ സർപ്രൈസ് സംഭവങ്ങളാണ് വന്നോണ്ടിരിക്കുന്നത്. ഒരു സാധനം നിനക്ക് ഇഷ്ടമായി ശരിക്കും? ഓക്കെ, അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്ര. അപ്പൊ അതും നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇപ്പൊ സമയം വൈകുന്നേരം 6:10 ഇതിന്റെ ഇടയിൽ വേറൊരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തള്ളയടുത്ത് പറഞ്ഞിട്ടില്ല, വേറെ ഒന്നുമല്ല, നമുക്ക് ഈ അപ്പാർട്ട്മെന്റ് തന്നെ 1 മാസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. കിട്ടോ? സെയിം പ്രൈസില്. ഇത് തന്നെ. അവരെന്ത് പറഞ്ഞു? ഓക്കെ, സൂപ്പർ, സോ ഹാപ്പി. ഞാൻ അജിച്ചോട് പറയായിരുന്നു, അജിച്ചേട്ടാ 1 BHK ഇല്ലെങ്കിൽ അവരോട് നമുക്ക് ഈ സറൗണ്ടിങ് ആയിട്ട് നമുക്ക് നമ്മള് പ്ലാൻ വേറെ ആയിരുന്നു. അതായത് ഒരാഴ്ച ഇവിടെ നിന്നിട്ട് പിന്നെ ഡിസ്കവറി ഗാർഡനില് ഫ്രണ്ട്സിന്റെ അടുത്ത് 2 ദിവസം നിന്നിട്ട് പിന്നെ പോയിട്ട് ഡിസ്കവറി ഗാർഡൻ നമ്മൾ പണ്ട് നിന്നോടത്ത് നിക്കാന്നൊക്കെ ആയിരുന്നു പ്ലാൻ. ഡിസ്കവറി ഗാർഡൻ അല്ലെങ്കിൽ JVCയിൽ നിൽക്കായിരുന്നു പ്ലാൻ ആക്ച്വലി. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മള് ഓൾറെഡി ഇവിടെ നിന്ന് സെറ്റായി. പിന്നെ ഞാൻ ആലോചിക്കുന്നു, ഇനിയിപ്പോ ഈ ബിൽഡിംഗിന് മാറിയില്ലെങ്കിലും പിന്നെ 1 വീക്ക് കഴിഞ്ഞ് അവർ അപ്ഗ്രേഡ് തന്നതാണല്ലോ നമുക്ക്. അത് സ്റ്റുഡിയോ ആണെങ്കിലും കുഴപ്പമില്ല, അങ്ങോട്ടേക്ക് മാറാന്നുള്ള, ഇവിടെ നിന്ന് മാറണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു നോക്കിയപ്പോ അവരിങ്ങനെ തന്നു. അപ്പൊ നമുക്കപ്പോ ഈ ഒരു 1 ബെഡ്റൂം തന്നെ കണ്ടിന്യൂ ചെയ്യാം. അത് ഭയങ്കര ഒരു സുഖമായിട്ടോ. എല്ലാം ദൈവാനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവ നേരെ നടക്കാൻ വേണ്ടി പാർക്കിലേക്ക് പോകും. ഞാൻ കാർ പാർക്കിംഗ് അത് ക്ലോസ്ഡ് ആണ്. ഞാൻ നേരെ ഇവിടെ ജിമ്മുണ്ട്, ജിമ്മിലേക്ക് പോകും. അപ്പോൾ ജിമ്മിന്റെ കുറച്ച് സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാർ പാർക്കിലൊന്നും പ്രത്യേകിച്ച് കാണാനില്ല. അതെ, അപ്പൊ നമ്മുടെ നടത്തം പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് ഫ്രഷ് ആയി നമ്മൾ രാത്രിത്തെ ഡിന്നർ കഴിക്കും. അതൊരു എക്സൈറ്റിംഗ് പരിപാടി ആയിരിക്കും. അപ്പൊ ഇത് ബ്ലാക്ക്ബെറി പൂച്ചപ്പഴം അല്ലേ? അങ്ങനെയാണോ പറയാ? അല്ല, പൂച്ചപ്പഴത്തിന്റെ ഒരു ബ്ലാക്ക്ബെറി, ബ്ലൂബെറി. ഇത് ഞാൻ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പോ, ഞാൻ പണ്ട് നെസ്റ്റോന്ന് JVCയിലായിരിക്കും എപ്പോഴും വാങ്ങിക്കാറുള്ള കേട്ടോ. സോൾട്ട് ആൻഡ് സ്വീറ്റ് പോപ്കോൺ ഭയങ്കര ഇഷ്ടം എനിക്ക്. പപ്പാജോന്റെ കത്തി ഇതിന് 4 രൂപയുള്ളൂ ചേട്ടാ. അത് നൈസായില്ലേ? ഇവിടത്തെ കത്തി ഇത്തിരി പ്രാന്ത് പിടിച്ച കത്തി. ഞാൻ രാവിലെ കാണിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു പ്രാന്ത് പിടിച്ച കത്തിയാ. അത് 4 രൂപയ്ക്ക് ഞാൻ വിചാരിച്ചില്ല. പിന്നെ വലിയൊരു ചാക്കാരി, പിന്നെ കോഫി കുടി. അയ്യോ, പഞ്ചസാരയും കാപ്പി പൊടി വാങ്ങിയില്ലടാ. ഇപ്പൊക്കെ നമ്മുടെ ഇവിടെ ഒരു ചേട്ടൻ ഉണ്ട്, ആ ചേട്ടൻ കൊണ്ട് തരുമായിരിക്കും. നല്ലൊരു ക്യൂട്ട് ഒരു പിങ്ക് കളർ കോഫി ഉണ്ടാക്കാൻ വേണ്ടി. കോഫി മാത്രല്ല, ഇതിൽ നമുക്ക് ബീൻസ് ഇതൊക്കെ ഒലത്താനും പറ്റും. ഇനിയിപ്പോ ഒലത്താണ്ട് ദീപം എങ്ങനെ പോണേ? പിന്നെ പ്ലം ഉണ്ട്, ചെറി ക്യാരറ്റ്, ബീൻസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ജിമ്മ് പരിപാടികളിലേക്ക് നമ്മൾ പോവാ അല്ലെ? മേക്ക് ഓവറിന് ശേഷം കാണാം. റെഡി ആയിട്ടാ?
അല്ല ഇവരെന്ത് കൈൻഡ് ആയിട്ട് വേണമല്ലോ ഗിഫ്റ്റ് വില കൂടിയത് വാങ്ങി തരണേന്റെ അല്ല ആ ഗേൾ തിങ് ആയതുകൊണ്ടാ എനിക്കറിയില്ല എന്തോ ഭയങ്കര എനിക്ക് സന്തോഷമായി മിഠായി തന്നായിരുന്നെങ്കിലും സന്തോഷമായി നമ്മളെന്തായാലും ഒട്ടും കുറച്ചില്ല ചക്ക വറുത്തതും കായ വറുത്തതും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗേളാട്ടോ എച്ചന്റെ ഇതെന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ്. ഭയങ്കര രസമുണ്ടടാ, നല്ല സ്റ്റാൻഡേർഡ് കിട്ടില്ല. നോക്ക് കാണുന്ന ഇങ്ങനെ കയ്യിലേക്ക് അല്ലേ റിച്ച് ലെവലിലേക്ക് മാറി. എന്താടാ നിന്നെ ദുബായ് ഇങ്ങനെ പ്രേമിക്കാ? മോളെ പോണ്ട, ഇവിടെ നിന്നോന്നാ പറയണേ. അയ്യോ അപ്പൊ എന്തായി മേരി മാർഗ്രറ്റ്? അപ്പൊ എന്താ റെഡിയായി നടക്കാൻ പോവാൻ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പോവാണ് നടക്കാൻ വേണ്ടി മേരി മാർഗ്രറ്റ്. പുറത്തും അജയ് ചേട്ടൻ ജിമ്മിലും. ഗൈസ് ഞാനപ്പോ വന്നിട്ട് ജിമ്മിലേക്ക് പോവാണ്. ജിമ്മ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ലെറ്റ്സ് സീ ദ ജിം ഗൈസ്. ഗൈസ് അപ്പൊ നമ്മുടെ വർക്കൗട്ട് സെഷൻ ആരംഭിക്കാൻ പോവാണ്. ആദ്യത്തെ ഒരു 30 മിനിറ്റ് ത്രെഡ്മിൽ. നമ്മുടെ വർക്കൗട്ട് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നു, ഫ്രഷ് ആവുന്നു, അതിനുശേഷം ഡിന്നർ കഴിക്കുന്നു. അങ്ങനെ മിസ്റ്റർ അജയ് സ്റ്റീഫൻ ഡിന്നർ കഴിക്കാനിരിക്കുകയാണ്. എന്താണ് പ്രിയ പത്നി ഉണ്ടാക്കി തന്നത്? ഗൈസ് അപ്പൊ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ചിക്കൻ സലാഡും ബ്രെഡും സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ ഒരു ഹെൽത്തി ഡിന്നർ ആണ്. സാധാരണ നിന്റെ ഹെൽത്തി എന്ന് ചോദിക്കുക ആൾക്കാർ. ബ്രൗൺ ബ്രെഡാ, അത് ഒബ്വിയസ്ലി ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. സാധാരണ അല്ലെങ്കിൽ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരുന്നതാണ്, പക്ഷെ അത് ഉരുട്ടണ സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രെഡിലേക്ക് മാറി, അല്ലെങ്കിൽ ഇന്ന് റൈസ് ആവേണ്ടതായിരുന്നു. അപ്പൊ എന്തായാലും ചെറിയ പോർഷൻ ഫുഡ് കഴിച്ച് നമ്മൾ നമ്മുടെ ഡിന്നർ അവസാനിപ്പിക്കുകയാണ്. ഒരു ഹെൽത്തി ഡേ ആയിരുന്നു ഇന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതിന് വെള്ളം വരുന്നുണ്ട് കേസ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഈ ഒരു ഫുഡോടുകൂടി എൻഡ് ചെയ്യാണ്. മേരി മാർഗ്രറ്റ് ഇവിടെ ഉണ്ട്. എന്താ മേരി മാർഗ്രറ്റ് കഴിക്കുന്നത്? ഞാൻ ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് ആണ് ഇവയുടെ ഡിന്നർ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? നൈസ് ആയിരുന്നു, നല്ല ഹാപ്പി. എനിക്ക് ഇന്നത്തെ അജയ് പ്രിയപ്പെട്ട ഒരു പോർഷൻ എന്തായിരുന്നു, അതായത് ഇന്നത്തെ നല്ല അടിപൊളി ദിവസം, അടിപൊളി ആയിട്ട് തോന്നിയത് എന്തോ ഒരു പോയിന്റ് ആയിരുന്നു. ഗിഫ്റ്റ് തന്നതല്ലടാ, എനിക്ക് അവരോട് സംസാരിച്ചതാ. ഗിഫ്റ്റ് തന്നത് ഓഫ് കോഴ്സ് ആണ്, പക്ഷെ അവരോട് സംസാരിച്ചിരുന്നപ്പോൾ കുറെ ഇവര് കൂടുതൽ ഇവരുടെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവരുടെ സംസാരം ഭയങ്കര എക്സ്പ്രസീവ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഒരു പോർഷൻ എനിക്ക് അത് ചെയ്യണോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഗിഫ്റ്റ് തന്നത്, കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അവര് നിനക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരും എന്നുള്ളത്. അതവര് പറഞ്ഞു തന്നത് ഇങ്ങനെ ഞങ്ങളുടെ കൾച്ചർ എന്താണ് അങ്ങനെ തരാൻ വേണ്ടി അവർ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട്. കാരണം ഇവൻ ആദ്യമായിട്ട് അവർ മീറ്റ് ചെയ്യുന്നത്, ആ ആദ്യത്തെ മീറ്റിംഗിൽ ഇവയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു സംഭവം ഒരു മനസ്സിൽ കണ്ട് അങ്ങനെ കൊടുത്തു എന്നറിഞ്ഞപ്പോ അത് 1 വീക്ക് മുമ്പേ വാങ്ങി വെച്ചതാണ്. അറിയില്ല. അതെ, എത്ര വലുതായാലും എത്ര ചെറുതായാലും അങ്ങനെ ഒരു സംഭവം കൊടുക്കാനായിട്ട് അവർ കാണിച്ച മനസ്സ് ദാറ്റ് വാസ് റിയലി അപ്രീഷിയേറ്റബിൾ. അതാണ്. അപ്പൊ അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയത്. പിന്നെ നമ്മളവർക്ക് വേണ്ടി ചോക്ലേറ്റും സ്നാക്സും ഒക്കെ ചിപ്സും സംഭവങ്ങളൊക്കെ കൊടുത്തായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, ഇങ്ങനെ ഒരു ഗിഫ്റ്റ്. ഓക്കെ, അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല ആക്ച്വലി. ഓക്കെ, എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ആ ഒരു സ്പെഷ്യൽ മൊമെന്റ്, സ്പെഷ്യൽ നോട്ടോടുകൂടി നമ്മൾ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ഡേ ഇൻ മൈ ലൈഫ്, അതും 100% എന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഒരു 80-85% നമ്മൾ നീതി പുലർത്തി തന്നെ ഷൂട്ട് ചെയ്തു. അപ്പൊ എന്തായാലും നാളെ പുതിയൊരു വീഡിയോ എടുത്ത് നമുക്ക് വീണ്ടും കാണാം. ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് നാളത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇടും. അതല്ല ഇന്ന് ഭയങ്കര ബിസി ആയി പോയി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തീർത്തേനെ, എന്നിട്ട് രാത്രി എന്തെങ്കിലും പടം കണ്ടേനെ. ഇന്നിപ്പോ പടം കാണാൻ സമയം ഉണ്ടാവില്ല, ഓൾറെഡി ലേറ്റ് ആയി. അപ്പൊ എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്ത് റെഡിയാക്കുക എന്നുള്ളതാണ് ഇനി എന്റെ പരിപാടി. അത് ഏകദേശം ഒരു 2 മണിക്കൂറിന്റെ അടുത്ത് എന്തായാലും എടുക്കും. അപ്പൊ ഇന്നത്തെ ഒരു വ്ളോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും കാണുന്നു നാളെ. അതുവരെ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മൾ വീണ്ടും കാണും, ഇന്ത്യൻ സമയം, UAE സമയം രാവിലെ 10:30. അതുവരെയ്ക്ക് എല്ലാവർക്കും എല്ലാവരും നന്മകളും ഉണ്ടാവട്ടെ. ബൈ ബൈ. ആംബുലൻസിന്റെ ശബ്ദം അതെന്താ? തനി ക്ലോസ് ചെയ്തപ്പോ ആംബുലൻസിന്റെ സൗണ്ട് ഗൈസ്.